ഹലോ ഗൈസ്, ദി ക്രാക്ക് ബോയ്സ് കമ്മിങ് ഗൈസ്. ഇന്ന് പ്രത്യേകിച്ച് കണ്ടന്റും കാര്യങ്ങളൊന്നുമില്ല. സംഭവം ഞാൻ ഇന്ന് എൻ്റെ വീടും പരിസരവും എല്ലാം ചുറ്റി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് കാര്യങ്ങളെല്ലാം. ഇതാണ് എൻ്റെ ബൈക്ക് എക്സ്പൾസ് റാലി പ്രോ. പിന്നെ ഉള്ള ഇതെന്ന് പറയുമ്പോൾ ഞാനും പപ്പയോട്ടൊക്കെ ചെയ്യണ ചെറിയ ചെറിയ കൃഷികളൊക്കെയാണ്. ഇതൊക്കെ മുളകും തൈകളൊക്കെയാണ് സംഭവം. ഇതൊക്കെ പപ്പ നട്ടതാണ്. ഇത് കുരുമുളക്, ഇത് ഞാൻ നട്ടത് സംഭവം. പിന്നെ ഇതാണ് റംബുട്ടാൻ്റെ തൈ. ഒരു 2-3 വർഷം കൊണ്ട് നട്ടിരിക്കുന്നു, കായ്ച്ചൊന്നും ഇല്ല സംഭവം. പിന്നെ ഞാൻ നട്ട ചെടികളാണ് ഈ ഓർക്കിഡും കാര്യങ്ങളും എല്ലാം. പിന്നെ ഇത് ഞാൻ നട്ടത് സംഭവം. എനിക്ക് പൂവുള്ള ചെടികളും കാട്ടിലും നല്ലത് ഈ ഇലയുള്ള ചെടികളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഇവിടെ പൂവുള്ള കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അത് എൻ്റെ ചേച്ചിയായിരുന്നു നട്ടിരുന്നത്. സംഭവം ചേച്ചിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതെല്ലാം പട്ടുപോയി. ഞാൻ എടുത്ത് കളഞ്ഞു കുറേയൊക്കെ. ഇപ്പം ആകെപ്പാടുള്ളത് ഈ റോസ മാത്രമാണ്. റോസയ്ക്ക് പൂവൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. ഇതും ഞാൻ നട്ട സംഭവമാണ്. ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിഞ്ഞൂടാ. സംഭവം ഇതൊക്കെ ഞാൻ നട്ടതാണ്. ഇതൊക്കെ നേരത്തെ ഉള്ള സംഭവമാണ്. ഈ എന്തോ ഓടസ്പോട്ടാണ്, എന്തോ ഒരു സാധനമാണ് ഇതിൻ്റെ പേര്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടാ. പിന്നെ ഇത് കരിയേപ്പല. ഈ ചെടിയാണ് ഞാൻ ആദ്യമായിട്ട് ബഡ് ചെയ്ത് നട്ട ചെടി. മൂടൊക്കെ മാറ്റിക്കോ. പിന്നെ ഞാൻ ഇവിടെ നട്ട ഒരു പേപ്പർ പൂ ചെടിയുണ്ട്. ഇതാണ് പേപ്പർ പൂവിൻ്റെ ചെടി. അപ്പം ഇതിനെന്തോ വേറെ എന്തോ ഒരു പേര് പറയും. അതെനിക്ക് സംഭവം നന്നായിട്ട് അറിഞ്ഞൂടാ. അതറിയാന്നുള്ളവരൊക്കെ കമൻറ്റ് ബോക്സിലങ്ങ് പറഞ്ഞോ. പിന്നെ എൻ്റെ ചേച്ചി പണ്ട് നട്ട മുല്ല പൂത്തിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. ഇത് കണ്ടോ സംഭവം. ഈ ഏരിയയിൽ ഫുള്ള് മുല്ലകളായിരുന്നു. ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഇങ്ങനെ ഫുള്ളായിട്ട് കിടന്നതാണ്. അതിന് ഞാൻ ഒരു ദിവസം വെട്ടിക്കളഞ്ഞു ഫുള്ളായിട്ട്. ഇപ്പം ഇത് കണ്ടിട്ട് കുറ്റി മുല്ലയാണെന്ന് തോന്നുന്നു. പൂത്തൊക്കെ നിൽക്കുന്നത് ഒരടക്കുള്ള മുല്ലയാണ് സംഭവം. പിന്നെ ഈ റംബൂട്ടാൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഏതോ ഒരു സമരദ്രോഹി വന്ന് ഈ മതിലിൻ്റെ ഇവിടെ നിന്ന് എന്തോ എടുത്ത് എന്തോ ചെയ്തതാ സംഭവം. കണ്ട ഇവിടെ എന്തോ ഇതിന് തൊലി പോയി, ഇതൊക്കെ ഇല്ലാതാവാറെന്തോ ആയി. അങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് കിട്ടിയതാണ് ഈ റംബൂട്ടാൻ. ഇത് കായ്ക്കോ ഇല്ലേന്നൊന്നും അറിഞ്ഞൂടാ. പപ്പ കൊണ്ട് നട്ടയാണ്. പപ്പ നന്നായിട്ട് നോക്കുന്നുണ്ട്. മൂട്ടിലൊക്കെ തൊണ്ടും കാര്യങ്ങളൊക്കെ അടുക്കി വെച്ച് വെള്ളമൊക്കെ എല്ലാ ദിവസവും തുറന്നു വിടും. ഞാൻ എല്ലാം ചെടികളും കൊണ്ട് നടുമെങ്കിലും പപ്പയും അമ്മയാണ് എല്ലാം ചെടിക്കും വെള്ളം ഒഴിക്കുന്നതും കാര്യങ്ങളും എല്ലാം. ഞാൻ വാങ്ങിക്കൊണ്ട് വെച്ച കവറിൽ പപ്പ വാഴയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ചെറിയ കവറിൽ വലിയ വാഴക്കന്നൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പപ്പ സാധനം വാങ്ങാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും കുറേ ചട്ടികളൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് ആ ചട്ടിയിലൊക്കെ ഇവിടെ നിന്ന മുല്ലയൊക്കെ വെട്ടി ഈ ചട്ടിയിലൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ചെറുതായിട്ട് തിളർപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന ഒരു കുരുമുളകിൻ്റെ വേറൊരു സംഭവമാണ്. അത് ഇല്ലാതായി പോയാണ്. വീണ്ടും തിളപ്പൊക്കെ വന്ന് തുടങ്ങി. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് നവരയാണ്. ഇതാണ് നവര. ഇവിടെ ഫുള്ള് കാട് പിടിച്ചാണ് നവരയൊക്കെ കിടക്കുന്നത്. പിന്നെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ നട്ട ജാമ്പയാണ്. ഞാൻ 2 ജാമ്പ നട്ടിട്ടുണ്ട്. അതിൽ ഒരു ജാമ്പയിൽ മാത്രമാണ് ഇത്രയും കായകളും സംഭവങ്ങളൊക്കെ വന്നിട്ടുള്ളത്. കണ്ട ഗൈസ്, കൊലാന്ന് നിൽക്കുന്ന സാധനങ്ങൾ. പക്ഷേ ഇത് ചെറുതാണ്. ഇനിയിങ്ങനെ വലുതായി നല്ല കായൊക്കെ വരുമായിരിക്കും. നമുക്കിത് കഴിച്ചു നോക്കാം. നേരെ കുരുവില്ലായിരുന്നു, ഇപ്പോൾ കുരുവൊക്കെ ഉണ്ട്. എന്നാലും സൈസൊക്കെ ഇത്തിരി ചെറുതാണ് ഇതിൻ്റെ. കൊള്ളാം സാധനം. നല്ല പുളിപ്പ്, മധുരമില്ല, പുളിപ്പാണ്. ഇത് അമ്മ എന്ന് പറയണ കേട്ടത് മഴ സീസണൊക്കെ ആകുമ്പോഴാണ് ഇതിന് മധുരം വരണതെന്ന്. ഇപ്പോൾ ഭയങ്കര പുളിപ്പായിരിക്കുമെന്ന്. ശരിയാണ്, ഇപ്പോൾ ഭയങ്കര പുളിപ്പാണ്. പിന്നെ നമ്മളെ പ്ലാവിലും കാര്യങ്ങളൊക്കെ ചക്കയും കാര്യങ്ങളും എല്ലാം കായ്ച്ചിട്ടുണ്ട്. ഇതാണ് ചക്ക. ഈ പ്ലാവിൽ ഇഷ്ടംപോലെ ചക്കയും കാര്യങ്ങളൊക്കെ കായ്ക്കും. പക്ഷേ നമ്മളങ്ങനെ വലുതായിട്ട് ചക്കയും കാര്യങ്ങളൊന്നും തിന്നില്ല. ഏതോ ചക്കയാണ്, വരിക്കയല്ല. വരിക്കതോ അവിടെ നിൽക്കുന്നത്. അതിലും നല്ല കായകളും സംഭവങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ നമ്മളെ മാവിൽ മാങ്ങ കായ്ച്ചിട്ടുണ്ട്. കാണാൻ പറ്റുമോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. സംഭവം എല്ലാം വവ്വാലും കാര്യങ്ങളും എല്ലാം കടിച്ച് താഴെ കൊണ്ടിട്ടിരിക്കുകയാണ്. നമ്മളടയ്ക്കുന്നില്ല, അതെങ്കിലും തിന്നുകൊണ്ടൊക്കെ പോട്ട് സംഭവം. പണ്ട് ഇവിടെ ഒരു ചീലാന്തി ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ചീലാന്തി ഉണ്ടായിരുന്നു. അതിൽ ഞാൻ കയറി മാങ്ങയൊക്കെ അടക്കുമായിരുന്നു. സംഭവം ആ ചീലാന്തി മുറിച്ചതിന് ശേഷം കയറാനെടുക്കാനൊന്നും പറ്റില്ല. ഇത് കൊണ്ടയും കാര്യങ്ങളും ഇല്ലാത്ത മാവാണ്. അതുകൊണ്ട് ഇതിലങ്ങനെ നമുക്ക് വലിഞ്ഞു പിടിച്ച് കയറാനൊന്നും പറ്റില്ല. ഇതാണ് നമ്മളെ പട്ടിയില്ലാത്ത പട്ടിക്കൂട്. ഇവിടെ പട്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പട്ടിയെല്ലാം ചത്തുപോയി.
നമ്മൾ 2 പട്ടിയാണ് ചത്തുപോയത്. ബാക്കിൽ ഒരു പട്ടിയും പിന്നെ 3 കുട്ടിയുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ പപ്പ നട്ടിൽ ഏറ്റവും നല്ല ഒരു സംഭവമാണ് ഈ വാഴ. ഈ വാഴയുടെ കൊല കാണാനില്ലല്ലോ. കൊല വെട്ടിയെന്ന് തോന്നുന്നു. ഈ വാഴ കൊലച്ചിട്ടുണ്ടായിരുന്നു സംഭവം. ഇത് മാത്രമല്ല, പപ്പ കുറേ വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു 4 മൂട് വാഴ, ഇവിടെ ഒരു 3 മൂട് വാഴ. ഇത് കപ്പ വാഴയാണ് സംഭവം. ഇത് ഏത് വാഴയാണെന്നൊന്നും അറിഞ്ഞൂടാ. പിന്നെ ഇത് ചെമ്പകം. പപ്പയ്ക്ക് എവിടെ നിന്നോ കമ്പ് കിട്ടിയേ അങ്ങനെ കൊണ്ട് ഊന്നി വെച്ചാണ്. 2 മൂട് ചെമ്പകം ഉണ്ട്. ഇതാണ് ഞാൻ പണ്ട് ആർമി ഫിസിക്കൽ സമയത്ത് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി തൂങ്ങിക്കൊണ്ടിരുന്ന സംഭവം. ഇതിപ്പോൾ ചെത്ത് ഒരു 4 വർഷം കൊണ്ട് ആരും യൂസ് ചെയ്യാക്കില്ല. ഞാനൊന്നും യൂസ് ചെയ്യില്ല. അന്ന് കെട്ടിയതാണ് 4 വർഷം മുമ്പ്. ഇപ്പോൾ അതാ കമ്പൊക്കെ ഉണങ്ങി ചെത്തിരിക്കുകയാണ്. ആ സമയത്തൊക്കെ നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു സംഭവം. എന്നാലും ഫിസിക്കലിലും മെഡിക്കലിലും എല്ലാത്തിലും ഔട്ടായി. ലാസ്റ്റ് മെഡിക്കൽ ലിസ്റ്റിൽ വരെ ഞാൻ വന്നതാണ്. എന്നിട്ട് പുറത്തായി പോയി സംഭവം. ചില കാരണം അമ്മ അവിടെ വന്ന് നിന്ന് സംഭവം പറഞ്ഞതിൻ്റെ ഫ്ലോ അങ്ങ് പോയി. അതൊക്കെ പോയിട്ട് സംഭവം ഇപ്പം എന്തോ പട്ടിക്ക് എന്തോ തിന്നാൻ കൊടുക്കാൻ വേണ്ടി തുറന്നു വിട്ട് ഞാൻ എൻ്റെ പട്ടിക്കുട്ടിയൊക്കെ കാണിച്ചു തരാം. ഓടി വരുന്ന ബ്രൂസി കുട്ടി. ഇതിനാണ് 3 കുട്ടികളുള്ളത്. ബ്രൂസി കുട്ടി, ഇങ്ങോട്ട് നോക്ക് ബ്രൂസി. ഇതാ ഓടിപ്പോ. ഇതാണ് എൻ്റെ അമ്മ. ഓക്കെ ഗൈസ്, അമ്മയ്ക്ക് പല്ല് ആയതുകൊണ്ട് അമ്മയ്ക്ക് ചിരിക്കാനും കാര്യങ്ങളൊക്കെ വയ്യെന്ന്. അതുകൊണ്ട് നമുക്ക് പട്ടിക്കുട്ടികളെ നോക്കാൻ പോവാം. ഇതാണ് നമ്മളെ പട്ടി കോഡ്. ബ്രോസിക്കുട്ടി ഇപ്പോൾ ഓടി വരും. കൂട്ടി കയറാൻ പറഞ്ഞ് വരുന്നു ബ്രോസിക്കുട്ടി. ഇങ്ങോട്ട് നോക്ക്. ബ്രോസി ആദ്യമായിട്ടാണ് ഞാൻ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അതുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത് നമുക്ക് കുട്ടികളെയും കാര്യങ്ങളൊക്കെ നോക്കാം. ഇതാണ് ബ്രൂസിയുടെ കുട്ടി. ഇത് ആൺകുട്ടിയാണ്. തക്കുടു. ഇത് ആൺകുട്ടി. ഇത് 2 പെട്ടക്കുട്ടികൾ. ഇത് 2 കുട്ടികളും ഭയങ്കര കടിയാണ്. ഇതും അതും. ഇത് പാവം. ഇതിന് ആരും തിന്നാനും കൊടുക്കൂല, തള്ള പാല് കൊടുക്കുകയില്ല. ഇതൊക്കെ ഓടി വരും, കടിക്കാൻ വേണ്ടി ഓടി വരെയാണ് സംഭവം. നോക്കൂ, അത് ഭയങ്കര ക്ഷീണത്തിൽ. ഇനി കുറച്ച് കഴിയുമ്പോൾ ഇതിന് തിന്നാൻ കൊടുക്കും. അപ്പം കിടന്ന് ഇത് വിളിക്കും. ബ്രോസി കുട്ടി നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് സംഭവം ഇവിടെ കല്ല് വെച്ചിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഇത് ഈ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ പട്ടിക്കുട്ടി വെളിയിൽ പോവും. നമ്മളൊരു ചെറിയ ബോക്സും കാര്യങ്ങളും എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ കല്ലും എടുത്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ ഈ കല്ല് ഇവിടെ എൽ മോഡലായിരുന്നു വെച്ചിരുന്നത്. ഇതിനകത്താണ് പട്ടിക്കുട്ടികളെല്ലാം ഇട്ടിരുന്നത്. കാലിൻ്റെ ഇടയിൽ വന്ന് കയറുന്ന കുട്ടിയാണിത്. നമ്മളൊരു ബ്രോസിയുടെ കുട്ടിയെ കടിച്ചുരുട്ടാൻ പോണ്. കടിയടി അവളെ കടിച്ചുരുട്ട്. ചില സമയത്ത് ഈ ബ്രൂസിയുടെ കുട്ടികളെ ബ്രൂസി എടുത്ത് കടിച്ചുരുട്ടും. അതൊന്നും നമുക്ക് അപ്പോഴൊന്നും വീഡിയോ എടുക്കാൻ കിട്ടില്ല. ഒരു കൊച്ചി എപ്പോഴും എൻ്റെ ബാക്കിൽ നിന്ന് നടക്കുകയാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ട് കാലിൻ്റെ ഇടയിൽ വന്ന് കയറി എന്നെ കടിക്കാനുള്ള പ്ലാനിങ്ങാണ്. കടിച്ചുകൊണ്ടിരിക്കുകയാണ് തുണിയിലൊക്കെ. അപ്പോൾ ഇനി അടുത്ത നമുക്ക് കോഴികളെ കാണുമ്പോൾ നമുക്ക് കോഴിയും ഉണ്ട് മീനും ഉണ്ട്. പട്ടിയുണ്ട്, കോഴിയുണ്ട്, മീനും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ബൈ പട്ടിക്കുട്ടികൾക്കെല്ലാം ബൈ. ബ്രൂസി നീ പറഞ്ഞാ നമുക്ക് പോവാം. ബ്രൂസിനെ കൂടെ കൊണ്ടുപോവാ. ബ്രൂസി കോഴി വേണോ നിനക്ക് കോഴി വേണോ? ഓടി. ഇതാണ് നമ്മുടെ വീട്ടിലുള്ള കോഴി. അയ്യോ, കോഴിയൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഞാൻ തുറന്ന് കാണിച്ചു തരാം. മാറി ബ്രൂസി കോഴിയെ പിടിക്കാതെ മാറി. ചാടിക്കേറിയ ചവിട്ട് കൊടുക്കും. ഇതാണ് നമ്മളെ വീട്ടിലുള്ള കോഴി. 3 കോഴിയുണ്ട്. 3 പെടയും ഒരു ചാവലുമാണുള്ളത്. ഇതാണ് നമ്മളെ സുന്ദരി കോഴികള്. സംഭവം നമ്മളെ ബ്രൂസിക്കുട്ടി കോഴിയെ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ചാടി നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് കോഴിയെ പിന്നെ കാണാം. അപ്പൊ നമുക്ക് മീനിനെ കാണാൻ പോവാം. കോഴി വേണോ? അപ്പോൾ നമുക്ക് അടുത്ത മീനിനെ കാണാൻ പോവാം. ഇതിൻ്റെ അകത്താണ് മീനൊക്കെ ഉള്ളത്. ഇതിൻ്റെ അകത്ത് ഒരു 20 മുഷീനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കാണാനും കാര്യങ്ങളൊന്നും പറ്റൂല. മുഷീന ഇവിടെ പച്ച വെള്ളത്തിലാണ് കിടക്കണത്. ബ്രൂസി വെള്ളം വേണോ? വെള്ളം കുടിച്ചോ. മീനെ എടുത്തോണ്ട് പോയില്ലേ. ചിലപ്പം തിന്നായിട്ട് കൊടുക്കുമ്പോൾ മുകളിൽ വന്നാൽ കാണാം നമുക്ക്. ഇതാണ് ഇതിന് കൊടുക്കുന്ന തീറ്റി.
ഇത് സാധനം തീരില്ല, വേറെ എന്തോ സാധനമാണ്. കുറച്ചിട്ട് കൊടുത്ത് നോക്കാം. അതാ വരുന്നുണ്ട്, വെള്ളത്തിൽ അനക്കമൊക്കെ ഉണ്ട് സംഭവം. എന്നാലും മീനിനെ നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റൂല. ഇവിടെ ബ്രോസ് ചെയ്യണം, ഇവിടെ ഇട്ട് കൊടുക്കാം. ഇതെടുത്ത് മാറ്റി കാണിച്ചു തരാം. ഫുൾ അഴുക്കായിട്ടാണ് കിടക്കണത്. നമ്മൾ ഇറച്ചി മീനും അങ്ങനെ കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കില്ല, ഫുള്ള് ഫുഡ് മാത്രമേ ഇട്ട് കൊടുക്കൂ. അതുകൊണ്ടാണ് പെട്ടെന്ന് സൈസ് ആവാത്ത. ഇതിൻ്റെ അത് ഫുള്ള് ചെറിയ മീനുകളാണ്. മുഷീര കണ്ട മുകളിൽ വരണ കണ്ട. ഇത് അംബ്രോസി ഒന്ന് നമ്മളെ നക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ വെള്ളം കുടിയാണ്. പിടിച്ച് തിന്നോന്തേലും മീൻ. ഇതാ പിടിക്കാൻ പോണു. പിടിക്കുമോ നീ മീനെ? പിടി. വേണ്ടെന്ന്, ബ്രോസിക്ക് വേണ്ടെന്ന്. ഇതാ പോണം. ഇതാണ് ഞാൻ പിന്നീട് നട്ട ഒരു ജാമ്പ. ഇതൊന്നും കായ്ക്കണമൊന്നുമില്ല, കുറേ വർഷമായി നട്ടിട്ട്. ഇതൊന്നും കായും കാര്യങ്ങളൊന്നുമില്ല സംഭവം. ഇതിനിപ്പോൾ വെട്ടിക്കളയും. ബ്രൂസി എവിടെ പോണ്? ഇവിടെ എവിടെയെങ്കിൽ എല്ലും കാര്യങ്ങളും വല്ലതും ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരിക്കും. അതായിരിക്കും എനിക്ക് തോന്നണം. ആ ഷീറ്റിൻ്റെ അടിയിൽ വല്ലതായിരിക്കും എല്ലും കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. നേരത്തെ അങ്ങോട്ട് പോകണുണ്ട്. തപ്പ് തന്നെ അടി. അവിടെ അടി കൊണ്ടുപോയിക്കണത്, അവിടെ അടി കൊണ്ടുപോയിക്കണത്. എല്ലാം കുടിക്കുന്ന ഫിഷ് ടാങ്കിൽ നിന്ന്. അപ്പോൾ നമുക്ക് ഫിഷ് ടാങ്കും കാര്യങ്ങളെല്ലാം മൂടിയിടാം. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. സംഭവം മൂടിയിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മളെ വീട്ടിലുള്ള മഞ്ഞപ്പൂ പൂക്കണ ചെടി. ഇതിൻ്റെ വേരും കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ. ഇത് ഫുള്ള് ഞാനാണ് നട്ടിട്ടുള്ളത്. ഞാൻ ഒരു 2-3 മൂടേ കൊണ്ട് നട്ടിട്ടുള്ളൂ. പക്ഷേ ഇതേപോലെ പടർന്ന് പന്തലിച്ചെടി. ഇത് കുറേ വെട്ടിക്കളയണം. ഈ ജാമ്പയുടെ പുറത്തൂടെയൊക്കെ ഇങ്ങനെ പടർന്ന് നടക്കുകയാണ് സംഭവം. ജാമ്പയിൽ പൂവും കാര്യങ്ങളും എല്ലാം ഉണ്ട്, കാണാൻ പറ്റുമെന്നേ. നോക്കി. പക്ഷേ ഇത് ഇതുവരെയൊന്നും കായ്ച്ചിട്ടില്ല. പൂവും കാര്യങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ ഇതുവരെയും കായ്ച്ചിട്ടില്ല. ഗൈസ്, 20 മീനുകൾ ഈ ടാങ്കിൽ കിടക്കൂല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഈ ഒരു ടാങ്ക് പണി ചെയ്ത് ഇറക്കാമെന്ന് വിചാരിക്കുന്നത്. ഇത് തേങ്ങയും കാര്യങ്ങളൊക്കെ വീണ് പൊട്ടിയതാണ്. ഇവിടെ ക്രാക്കും കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു തെങ്ങുണ്ട്. ഈ തെങ്ങിൽ നിന്ന് സംഭവം തേങ്ങയും കാര്യങ്ങളൊക്കെ വീണ് ഈ ടാങ്ക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഒരു 2-3 ഇതിലോട്ട് മാറ്റാനാണ് വിചാരിക്കുന്നത്. മീനിനെയും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ടാർപ്പയും കാര്യങ്ങളെല്ലാം വിരിച്ച്, ഇവിടെ ഈ ഷെയ്ഡിൻ്റെ ഇവിടെ കുറച്ച് നെറ്റും കാര്യങ്ങളെല്ലാം വിരിച്ച് ഈ ടാങ്ക് സെറ്റാക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഒരു 20 മീൻ ഇതിൻ്റെ അകത്ത് കിടക്കും പക്കയായിട്ട്. പിന്നെ എൻ്റെ വീട്ടിൽ ഈ മുയലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഇവിടെ മുയൽ കൂടും സംഭവം കാര്യങ്ങളെല്ലാം വെച്ചിരുന്നത്. ഇപ്പം മുയലിനെല്ലാം പട്ടിയൊക്കെ പിടിച്ചുകൊണ്ട് പോയി. ഇപ്പോൾ ഒറ്റ മുയലും കാര്യങ്ങളും ഇല്ല. ടെറസിൻ്റെ പേരാണ് മുയലിൻ്റെ കൂടും കാര്യങ്ങളെല്ലാം ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ അകത്ത് ഒരു കടന്ത കൂടും വച്ച് കാര്യങ്ങളൊക്കെ വെച്ചിരുന്നു. ഞാൻ അതിൻ്റെ അകത്ത് സാധനം എടുക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വാരി ഇട്ടിട്ടുണ്ടായിരുന്നു. അതെടുക്കാൻ വേണ്ടി കയ്യിലൊരു കൊട്ട് കിട്ടി. പറ്റുമെങ്കിൽ ഇന്ന് രാത്രി അത് കത്തിക്കണം. ഞാൻ പറ്റുമെങ്കിൽ അത് വീഡിയോ എടുത്ത് ഞാൻ ഇതിൽ ഇട്ടിരിക്കാം. ഇതാണ് എൻ്റെ പണ്ടത്തെ സൈക്കിളും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഇങ്ങനെ പണിയായിട്ടിരിക്കുകയാണ്. പൊടിയും കാര്യങ്ങളെല്ലാം അടിച്ച്. ഇതാണ് ഗൈസിൻ്റെ സൈക്കിൾ. ഇത് ഹെർക്കുലീസിൻ്റെ ഗിയർ സൈക്കിളാണ് എൻ്റെത്. ആ സമയത്ത് നല്ല കുറേ ഇങ്ങനെ ഓടിച്ച് തുലച്ച സൈക്കിളാണ്. ഇതിൻ്റെ വാൾ ട്യൂബും കാര്യങ്ങളെല്ലാം ഞാൻ ഒരു ആവശ്യത്തിന് വേണ്ടി കീറി എടുത്തിട്ടുണ്ട്. ഇതാണ് ഗിയർ സൈക്കിള് സംഭവം. ഇത് ഇനി ഒരു 2-3 വർഷത്തിനകത്ത് ആക്രിക്കൊക്കെ കൊടുക്കാം. ചുമ്മാ വെച്ചിരിക്കുന്നത്. ഇതാണ് ഗൈസ് പിന്നെ കടന്ത കുത്തിയ കൂട്. ഇതിൻ്റെ അകത്ത് എവിടെയാണ് കടന്തിൽ കൂട് വെച്ചിരിക്കുന്നത്, എവിടെയാണെന്ന് ഈ സംഭവം അറിഞ്ഞുകൂടാ. എൻ്റെ കയ്യിൽ നേരത്തെയായിട്ട് കൊട്ട് തന്ന് സംഭവം. ഇന്ന് രാത്രി ഞാൻ ഇതിനെ കത്തിക്കും. ഇവിടെയൊക്കെ വേട്ടുവാളിയും സംഭവങ്ങളൊക്കെ കൂടൊക്കെ വെച്ചിരിക്കുന്നത്. പക്ഷെ കടന്തിൽ എവിടെ കൂട് വെച്ചിരിക്കണമെന്ന് ഒരു പിടിയില്ല. പിന്നെ ഇതാണ് നമ്മളെ കോഴി മുട്ടയിടാൻ സെറ്റാക്കിയിരിക്കുന്ന സാധനം. ഇതിൻ്റെ അകത്തോടെ കോഴി കയറി ഇതിൻ്റെ അകത്ത് മുട്ടയിടുന്ന സെറ്റപ്പിലാണ് എല്ലാം വെച്ചിട്ടുള്ളത്. മുട്ട ഇതിൻ്റെ അകത്തൂടെ എടുക്കും. പപ്പ അടിച്ചു കൂട്ടി വെച്ച സാധനമാണ്. പക്ഷേ കോഴി ഇതിൻ്റെ അകത്ത് കയറി മുട്ടയിടാത്തതുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മളിവിടെ ഒരു ഓൾഡ് ഫ്രിഡ്ജുണ്ട്. ഈ ഫ്രിഡ്ജിൻ്റെ അകത്താണ് നമ്മളെ ബുക്കും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ളത്. ഇത് എൻ്റെ ബുക്കും കാര്യങ്ങളൊന്നുമില്ല. ഇത് ഫുള്ള് എൻ്റെ ചേച്ചിയുടെയും ബുക്കും കാര്യങ്ങളെല്ലാം. അവൾ +2 മുതലുള്ള ബുക്കും കാര്യങ്ങളാണ് തോന്നുന്നു. ടെസ്റ്റും എല്ലാം ഉണ്ട്. ഫ്രീസറിൻ്റെ ഇതിൻ്റെ അകത്ത് എന്തോ ഷൂ പോളിഷും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇതെനിക്കറിയാം എൻ്റെ സാധനങ്ങളായിരിക്കും. കാരണം ഞാനാണ് ഷൂവും പോളിഷറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചത്. ഞാൻ NCCയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഞാൻ ഈ ഷൂ പോളിഷും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടെ എന്തോ ഒരു ഓട്ടോഗ്രാഫിൻ്റെ ബുക്കാണെന്ന് തോന്നുന്നു. അത് എടുത്ത് നോക്കാം. അത് ആരെയാണ്, എൻ്റെയാണോ ചേച്ചിയുടെയാണെന്നൊരു പിടിയില്ല.
കണ്ടിട്ട് എൻ്റെ ആണെന്നാണ് തോന്നണത്. ഇല്ല, ശ്രീഷ എൻ്റെ ചേച്ചിയുടെയാണ്. ഓക്കെ, ഇത് ഒരു ദിവസം ഞാൻ ഫുള്ള് വായിച്ചിട്ട് രസകരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് പറഞ്ഞുതരാം. ഗൈസ്, ഇന്നത്തെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ഇപ്പോഴായിട്ട് തുടങ്ങിയ യൂട്യൂബറാണ്. നിങ്ങൾ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം.